അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കോയമ്പത്തൂർ പോകാൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരെ 5:15 ഞങ്ങൾ ഇറങ്ങുമ്പോൾ 5:40 ട്രെയിനുമാണ്. അപ്പോൾ രാവിലെ 4:30 എണീറ്റിരുന്നു. പക്ഷേ കുളി ഇന്നെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ആദ്യക്കാണെങ്കിൽ പഴം മുട്ടിയും വേണം പറഞ്ഞ് പിന്നെ അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് സമയമായിട്ടുണ്ട്. നല്ല കോടിയാണ് കേട്ടോ. അത് പെട്ടെന്ന് പോകാനും കഴിയുന്നില്ല. കുഴിയുള്ളതൊന്നും കാണില്ല. എന്നാൽ തന്നെ കുറേ കുഴിയിലൊക്കെ ചാടി ചാടിയാണ് പോകുന്നത്. ഞങ്ങൾ എത്തലും ട്രെയിന് എത്തിയാണ്ട് ടിക്കറ്റ് എടുത്തിട്ട് കയറലും ട്രെയിൻ വരലും ഒരുപോലെ എന്നിട്ട് പിന്നെ ട്രെയിൻ അധികം നേരമൊന്നും അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സമയമുള്ളായിരുന്നു. അപ്പം ഞങ്ങൾ ട്രെയിനിലേക്ക് കയറിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. രാവിലെ അല്ലേ. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് കുട്ടികളൊന്നും ഇല്ല ഞങ്ങളെ കൂടെ. ഞാനും അധികം ഭാവി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരുന്നു. കാരണം അത്ര സ്ഥലവും കാര്യമൊക്കെ കണ്ടപ്പോഴേ ഞങ്ങൾ പ്രാവശ്യം നിലമ്പൂർ പോയിന്ന് കുട്ടികളെ കൊണ്ട്. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ പോയിന്ന്. അപ്പോൾ അന്നങ്ങനെ ഭയങ്കര തിരക്കിയിരുന്നു. കുറേ ആളുകൾ തിക്കി തിരക്കി. ഇന്നാണെങ്കിൽ ഒരു ഒഴിവ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നേരം വെളുക്കലൊക്കെ തുടങ്ങിയിട്ടോ. 5:40 കൃത്യത്തിന് അവിടെ നിന്ന് എടുത്തുക്കണു. അങ്ങനെ പോയി. പിന്നെ കുറേ ഒരു സ്റ്റേഷനും കാര്യങ്ങളൊക്കെ നിർത്തി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷൊർണൂർ വരെ വാണിയമ്പലത്തു നിന്ന് ഷൊർണൂർക്ക്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇവിടേക്കും പോവാണ്. കോയമ്പത്തൂരും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വാണിയമ്പലത്തു നിന്ന് ഷൊർണൂർക്ക് നമുക്ക് വരുന്ന പൈസ എന്ന് പറഞ്ഞാൽ 20 രൂപയായിട്ട് ഒരാൾക്ക്. ഷൊർണൂരിൽ നിന്നാണെങ്കിൽ 25 രൂപ ഒരാൾക്ക്. അപ്പോൾ നമുക്ക് വരുന്ന 45 രൂപയായിട്ട് ഒരാൾക്ക്. അങ്ങനെ എടുത്തപ്പോൾ അത്രയും പൈസ വന്ന്. ഇങ്ങോട്ട് വന്നപ്പോൾ നേരിട്ട് എടുത്തപ്പോൾ ഞങ്ങൾക്ക് ആകെ വന്നത് 70 രൂപ രണ്ടുപേർക്കും കൂടെ കേട്ടോ. അപ്പോൾ അങ്ങോട്ട് എടുത്തപ്പോൾ കുറച്ച് ഒരു 10 രൂപ ഒക്കെ അങ്ങനെ കൂടിപ്പോയി. എന്നാലും നമ്മൾ വണ്ടി കൊണ്ട് പോവുകയാണെങ്കിൽ എങ്ങനെ 1500 രൂപയും പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യണ ആ ഒരു ഇതൊക്കെ ഇല്ലേ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇതായിരിക്കുമല്ലോ. അപ്പോൾ കാര്യമായിട്ട് ഫോണ് നേരാക്കാനാണ് കേട്ടോ. ഫോണ് ഡിസ്പ്ലേ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കമ്പനിയിൽ തന്നെ ഇതിൻ്റെ വലിയൊരു കമ്പനിയാണ്. ഹെഡ് ഓഫീസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈസയൊന്നും വേണ്ട. നാട്ടിൽ 10 LED ഡിസ്പ്ലേ ആയിട്ട് 10 പറഞ്ഞിരുന്ന ഒരു കടയിൽ 6.5. മൈജിയിലൊക്കെ ഞങ്ങൾ ചോദിച്ചിരുന്നു. ഭയങ്കര പൈസ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വലിയ വണ്ടിക്കൂലിയും കാര്യമൊന്നും ആവില്ല. പിന്നെ ചിലവൊക്കെ നമ്മൾ ചുരുക്കുകയാണെങ്കിൽ ഇതാപോലെ നല്ല അങ്ങനെ പോവുകയാണ്. പിന്നെ നമ്മൾ ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ മാറി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നിറയെ ആളുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടൊന്നും കാണിക്കാത്തത്. ആദ്യം ഫസ്റ്റ് ഒരു കാക്ക മാത്രമേ ഈ ഒരു സൈഡിലുള്ളായിരുന്നു. ഇപ്പോൾ നിറയെ ആൾക്കാരാണ്. അപ്പം ഞാൻ കണ്ടില്ല നെൽവയൽ, വെറും നെൽവയലാട്ടോ. അത് എത്രയോ ഏക്കർ കണക്കിന് നെല്ലാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പം അങ്ങനെ കാണൂലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കര തണുത്ത കാറ്റും വെയിലോ കാര്യമൊന്നുമില്ല. നല്ല സുഖമായിട്ട് ഈ രാവിലത്തെ യാത്ര എന്ന് പറയണത്. അപ്പം ഇങ്ങനെ ആർക്കെങ്കിലൊക്കെ ഇനി ഷൊർണൂരും ഇവിടെയൊക്കെ പോവാണ്ടെങ്കിൽ കോയമ്പത്തൂരോ പോവാണ്ടെങ്കിൽ തന്നെ ഈ ഒരു സമയത്ത് പോവുകയാണെങ്കിൽ 11:10 നമ്മൾ കോയമ്പത്തൂർ എത്തും കേട്ടോ. 2 ട്രെയിൻ മാറി കയറിയാലും 11:10 നമ്മൾ അവിടെ എത്തും ചെയ്യും. നേരത്തെ എത്തും ചെയ്യും. അങ്ങനത്തെ ഒരു പ്രശ്നമല്ല ട്രെയിനിന്. ഇതൊക്കെ കണ്ട പുതിയ ഇതൊക്കെ ഉണ്ടാക്കുക കേട്ടോ. ട്രെയിനിന് പോകാനുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഒരു സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനതൊക്കെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ അതാ വേറെ ഏതോ ഒരു വലിയൊരു സ്റ്റേഷനാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, വാളയാർ ചെക്ക് പോസ്റ്റും കാര്യങ്ങളും. നമ്മളെ ഇവിടെ എത്തുന്ന തമിഴ്നാട് കേരള അതിർത്തി ആ ഒരു ഭാഗമൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ പിന്നെ ചരക്ക് ട്രെയിനുകളാണ്. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ട്രെയിനിൽ വന്നിട്ടുള്ളത് കേട്ടത്. അപ്പോൾ ഞാൻ പൈനാപ്പിൾ എടുത്ത് അതിന് മുന്നേ കടലേൻ്റെ എടുത്തിരുന്ന വീഡിയോ എടുക്കാൻ മറന്നു പോയിക്കണം. അപ്പോൾ ഈ ഒരു ഫോണാണ് കണ്ടില്ല, നമ്മൾ അപ്ഡേറ്റ് ചെയ്തായതാണ്. നമ്മുടെ കയ്യിൽ നിന്ന് വന്ന ഇതല്ല, കമ്പനീൻ്റെതാവുകൊണ്ട് നമുക്ക് അവർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഫ്രീ ആയിട്ട് തന്നെ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടോ. ഇപ്പോൾ പുതിയ ഫോൺ പോലെ ആയിട്ടുണ്ട്. നല്ല ക്ലിയറാണ് ഈ ഫോണ്, ക്യാമറ. അതുകൊണ്ടാണ് ഇതിപ്പോൾ അത്രയും നമ്മൾ റിസ്ക് എടുത്തിട്ട് നന്നാക്കാൻ പോകണം കേട്ടോ. ഇല്ലെങ്കിൽ വേറെ ഫോൺ വാങ്ങാമെന്നൊക്കെ പറയും. പിന്നെ ഈ ഒരു കണ്ടോ, പാലക്കാട് നിന്ന് കോയമ്പത്തൂർ വരെ വെറും മൊട്ട കുന്നുകളായിട്ട്. ഈ ഒരു ഭാഗം മുഴുവൻ വലിയ വലിയ മലകൾ. നമ്മൾ ഇപ്പോൾ വയനാടിൻ്റെ കേട്ടില്ല അങ്ങനെ മലകളൊക്കെ ഇതാവുന്ന കാണുമ്പോൾ നമുക്കൊരു പേടിയിലുണ്ടല്ലേ. വെറും മലകൾ കുന്നാണ്ട് വെറും കല്ലാണ്. അതാണ് രസം. പാറക്കല്ലുകൾ, മരം അധികമല്ല, വെറും പാറക്കല്ലുകൾ കുറേ ഉണ്ടല്ലേ. അങ്ങനെ കുന്നായിട്ട് കയറി കിടക്കുക, മൊട്ടക്കുന്ന്. അങ്ങനെയാണ് ഈ ഒരു സംഭവം ഫുള്ള് കേട്ടോ. കാണാനൊക്കെ നല്ല രസമുണ്ടാവും. ഈ ഒരു ഇത് കാണുന്നില്ല, ആ വെള്ളത് നമ്മൾ ദിലീപിൻ്റെ ഒരു സിനിമയിലുണ്ടായിരുന്നു, മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്നാണ്. അവരിങ്ങനെ അതിലൊരു സോങ്ങിൽ കാട്ടിയെന്നില്ല ഒരു പൂവല്ല, ഒരു ചെടിയല്ല, ഒരു സംഭവം. അതാണ് കേട്ടോ ആ കിടക്കണം ഫുള്ള്. പിന്നെ ഇതൊരു സൈസ് പുളിയാണ് കേട്ടോ. സാധാ പുളിമരം. ആദ്യമേ നീളല്ല പുളി. നീളല്ല എന്ന് പറഞ്ഞാൽ തടിയൊന്നുമില്ല, നീളൊരു സ്കെൽറ്റ് പുളി. ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂരൊക്കെ വന്നിറങ്ങി 2 ബസ്സിന് പോകണം കേട്ടോ. നമ്മൾ ആ ഒരു മാളിലാണ് ഇതുള്ളത്, ഓഫീസുള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏട്ടനാണ് അങ്ങനെ നമുക്ക് വഴി കാണിച്ചു തരുന്നത്. അങ്ങനെ ബസ്സിലാണ് കയറി. ഇവിടെ പെണ്ണുങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട കേട്ടോ. ഗവൺമെൻറ് ബസ്സിലാണെങ്കിൽ പെണ്ണിന് പൈസ വേണ്ട. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് ദൂരം 15 കിലോമീറ്ററിന് 8 രൂപയായിട്ട് ബാവക്കുള്ളത്. എനിക്ക് പൈസ വേണ്ട. പിന്നെ അവിടുന്ന് വീണ്ടും ഒരു ബസ്സിന് കൂടി കയറണം. അവിടുന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം അണ്ണാച്ചി പെണ്ണുങ്ങൾ ഇങ്ങോട്ട് തിക്കി തിരക്കിയിട്ട് ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റും. നമ്മളെ ബാഗൊക്കെ ഞാൻ മുറുക്കി പിടിച്ചിരുന്നൊക്കെയാണ്, ഇല്ലെങ്കിലെല്ലാം കൊണ്ടുപോകും, അത്ര തിരക്കിയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആ ബസ്സിലിരിക്കുമ്പോഴേ ഊതും അത്തറില്ലേ അതിൻ്റെ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുള്ള ബോട്ടിലുകൾ. ആ ബോട്ടിലിൻ്റെ ഭംഗി കണ്ട് വീഡിയോ എടുത്താണ്. നല്ല അടിപൊളി. അതിൻ്റെ ഉള്ളിൽ ഫുൾ അതാണ്. ഇപ്പോൾ നമ്മളങ്ങനെ ആ ഒരു മാളിലെത്തിയിട്ടുണ്ടോ, വേറെ ബസ്സൊക്കെ മാറി കയറി നമ്മൾ മാളിലെത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു കട്ടൗട്ട് കണ്ടോ, അജയ് ദേവ്ഗണിൻ്റെ കട്ടൗട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മാളിൻ്റെ ബാക്ക് ഭാഗത്ത് കൂടെ നമ്മളിങ്ങനെ പോവാമെന്ന് അവർ പറഞ്ഞിട്ടോ. ബാവ പറഞ്ഞതിൻ്റെ ബാക്കിൽ എവിടെയാണെന്ന് പറഞ്ഞിട്ടോ, പക്ഷെ അതിനുള്ളിലാണ് സംഭവം. അപ്പം നമ്മൾ ഈ സിനിമയിലൊക്കെ ഈ ഇതിൽ നിന്ന് സ്റ്റണ്ട് കാണലില്ലേ നമ്മൾ, അതാണ് കേട്ടോ അങ്ങനത്തെ ഒരു സ്ഥലം. അതുപോലെ തോന്നിട്ട് ഈ ഒരു സ്ഥലം കണ്ടിട്ട് അടിയിൽ നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ ഇതിൽ ഇങ്ങനെ സ്റ്റണ്ടൊക്കെ കാണില്ല, അത് തന്നെ കേട്ടോ. അങ്ങനെ തോന്നി എനിക്ക്. അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ എടുത്തത്. പിന്നെ ഇവിടെ ഒരു ഓഫറിൻ്റെ ഒരു കൂപ്പണൊക്കെ തന്നിരുന്നു. പിന്നെ ഈ ഒരു എസ്കലേറ്റർ ഇങ്ങനെ നിന്ന് കൊടുത്തിട്ട് അത് പോകണില്ല കേട്ടോ, നമ്മൾ കയറി പോകണം ഇങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ കണ്ടോ കുറേ സമയം അവിടെ എത്തുമ്പോഴത്തേനാവും. പിന്നെ ഞങ്ങളങ്ങനെ കയറിപ്പോയി. ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എസ്കലേറ്റർ കയറുക പറഞ്ഞാൽ. പിന്നെ ഇതാണ്ട് ഒരു പിങ്ക് കട കണ്ടില്ലേ, പാവക്കുട്ടി പിങ്ക്, ഫുള്ള് പിങ്കാട്ടോ. കുറേ വാച്ചും കാര്യങ്ങളും സ്പ്രേ ഒക്കെ പിങ്ക്. വലിയ മാളാട്ടത്. വലുതെന്ന് പറഞ്ഞാൽ ആകെ ഒരു 3 നിലയൊക്കെയുള്ളൂ, പക്ഷേങ്കിൽ വലുതാണ്. അപ്പോൾ സുഡിയോ അങ്ങനെ വലിയ വലിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഭയങ്കര ഇഷ്ടമായിക്കണു കണ്ടില്ലേ, ഓടിച്ചാടി ഓന് എല്ലായിടത്തും കൂടി. ബാക്കും എനിക്കുള്ളൊരു പണി തന്നെയാണ്, എസ്കലേറ്റർ കയറി ഇറങ്ങുക തന്നെയെന്ന് കേട്ടോ. അപ്പോൾ അത് നമ്മളതിൻ്റെ ഉള്ളിലാണ് OnePlusൻ്റെ ഇത് വരുന്നത് കണ്ടില്ലേ. നമ്മളെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ഇതാണ് കേട്ടത്. ഇവിടെയാണ് നമ്മളെ ഫോണിൻ്റെ എല്ലാ ഇതുള്ളത് കണ്ടില്ലേ. ടോക്കണൊക്കെ എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിക്കാൻ പറഞ്ഞ് പിന്നെ വിളിച്ച് 12 കാലമായിരുന്നു കേട്ടോ. 11:10 നമ്മൾ വന്നിട്ട് 12 കാലമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി. 2 മണിക്കൂറാവും എന്ന് പറഞ്ഞവർ. അപ്പം എന്നാൽ പിന്നെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മുകളിൽ തന്നെ ഫുഡ് കോർട്ട് ഉണ്ടായിന്. അപ്പോൾ അതിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കയറുകയാണ് കേട്ടോ. ബാബ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ്, ഞാൻ കണ്ടില്ല. പിന്നെ ഫുൾ വീഡിയോ എടുക്കൽ ബാബിൻ്റെ ഫോണിൽ, എൻ്റെ ഫോൺ അവിടെ കൊടുത്തൊക്കെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ഭയങ്കരമായിട്ട് കുറവാണ് കേട്ടോ. എൻ്റെ ഫോണിലാണ് ഫസ്റ്റത്തെ ആ വീഡിയോകളൊക്കെ ഇന്ത്യയിലാണ് എടുത്തിരുന്നത്. ബാക്കിയൊക്കെ ബാൻഡിയലായിട്ട് തന്നെ ക്ലിയർ കുറച്ച് കുറവാണ്. എന്നാലും ഒരു ഫോൺ വേണമല്ലോ നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ. അങ്ങനെ അവിടെ ചെന്ന് KFC നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ലേറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു. യാത്രൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെ ഒരു മൂടുണ്ടായിരുന്നു കഴിക്കാൻ. വിശപ്പൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ അങ്ങനെ എന്താ കഴിക്കണ്ടത് എന്നുള്ള ഒരു ഇതിലിങ്ങനെ വന്ന് കണ്ട്. പിന്നെ ഇത് ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ നാട്ടിലത്തേക്കാളും കുറച്ച് പൈസ കൂടുതലാണ് കേട്ടോ. ബർഗറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് റൈസും ചിക്കൻ പീസും കൂടെ വരുന്നത്, ബ്രോസ്റ്റ് KFC കൂടി വരുന്നത് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ 2 KFCൻ്റെ പീസും കിട്ടി. നമുക്ക് കുറച്ച് റൈസ്, ഒരു ബൗൾ റൈസ് ഇട്ട് അതിൻ്റെ ഉള്ളിൽ മസാല. അത് ഞാൻ കാണിച്ചു തരട്ടെ. ഇവിടെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ഇത് മുഴുവനും കേട്ടോ. ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇത് ഫുള്ള് ഫുഡ് കോർട്ടാണ്, ഫുള്ളും എല്ലാം ഉണ്ട്. ബർഗർ, പിസ്സ എല്ലാത്തിനും വേറെ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു KFCയിലാണ് കേട്ടോ. അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡിന്. 1 ടോക്കൺ തന്നിട്ടുണ്ട്. നമ്മൾ ഫോണൊക്കെ വിളിക്കുക, അപ്പം ചെന്നിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. ഉണ്ട് അവിടെയൊക്കെ ഫുഡിൻ്റെ തന്നെയാണ് കേട്ടോ. ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു ഇരിക്കാനൊക്കെ. അപ്പം അങ്ങനെ ഫുഡ് നമ്മൾ അങ്ങനെ ഇതൊക്കെ വന്നു കേട്ടോ. അതാണ് 2 KFCൻ്റെ പീസും പിന്നെ ഒരു ബൗളിൽ റൈസും ഇരുന്നു. പിന്നെ ഒരു ഡ്രിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനാണ് ഈ ഒരു റൈസ് ഫുള്ള് ആ ഒരു ഇതിൽ ഡ്രിങ്ക് ചെയ്യുന്നത് ഞാനാണ് ഫുള്ള് കഴിച്ചിട്ടുള്ളത്. ബാക്ക് നെഞ്ചേരിയാണ്, ഭയങ്കര എരിവായിരുന്നു. പിന്നെ ചിക്കൻ പീസ് ഞങ്ങൾ 3 പാടെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതിന് 290 രൂപയാണ്. അപ്പോൾ കണ്ടതിൻ്റെ ഒരു മുകളിലെ ഭാഗം ഞങ്ങളിങ്ങനെ കയ്യേക്ക് വന്നപ്പോൾ എടുത്തതായിട്ട് കണ്ടില്ല. നല്ല ഭംഗിയില്ലേ ഫുഡ് കോർട്ടിൻ്റെ ആ മുകളിലൊക്കെ ഉള്ള കാണാൻ നല്ല ഭംഗി. നമ്മളിവിടെ അങ്ങനെ ഇത്രയും ഒരു ഇതില്ല കേട്ടോ. നമ്മൾ മാളൊന്നും നമ്മളെ ഹൈലൈറ്റ് മാളിലൊന്നും പോയാൽ ഇതിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ സുഡിയോ കയറിയതാണ് കേട്ടോ. പിന്നെ ഇതുള്ള സുഡിയോകൾ കണ്ടില്ലേ, നല്ല നല്ല ഡ്രസ്സുകളും കാര്യങ്ങളും. ഞാനിതൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കുകയാണ്. തടുപ്പിനിടുന്നതാണെങ്കിലും നല്ല സോഫ്റ്റ് ചെയ്യുന്നു കേട്ടോ. പിന്നെ കണ്ടോ ഞാൻ പൊന്നൂനൊക്കെ പറ്റുന്ന കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വില നോക്കുമ്പോൾ നല്ല വില ഉണ്ട് കേട്ടോ. വില ഉണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, നല്ല ഭംഗിയായിട്ട് കാണാൻ. 899 രൂപയാണ് കേട്ടോ. അപ്പോൾ അത് ഇതാണ്
മറ്റേ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അത് അത്രക്ക് ആ പൈസക്കുള്ളൊന്നും ഇല്ലയെന്ന് തോന്നി. പിന്നെ ലിപ്സ്റ്റിക്കുകൾ നമുക്ക് ഏത് വേണമെങ്കിലും ഒക്കെ നോക്കിയിട്ടൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ചെരുപ്പ് ഏത് വരുന്നത് 290 പിന്നെ ഷൂകളും കാര്യങ്ങളൊക്കെ അത് കുറച്ച് നല്ല പ്രൈസിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ. 1000 1500 അങ്ങനെയൊക്കെയാണ്. ചുരിദാറുകളുള്ളൊരു സെക്ഷനിൽ കയറിയിട്ട് എനിക്കത് വലിയ ഇതൊന്നും ആയിട്ടില്ല. പിന്നെ കണ്ടില്ല നഖത്തിന്മേൽ നഖം റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നഖം ഒരു പിടിപ്പിച്ച് കൊടുക്കൂലേ വേറെ നമ്മൾ നഖത്തിൻ്റെ മുകളിൽ ആ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ കണ്ടല്ലേ ഈ ഒരു വാച്ച് ഇപ്പോൾ നല്ല പോകുന്ന വാച്ചാണ് കേട്ടോ. അതിന് 290. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ ഫോണിൻ്റെ അടുത്തേക്ക് തന്നെ എത്തി. നമുക്ക് ഫോണൊക്കെ നേരാക്കി കിട്ടി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇതാണ് ആ പ്രോസോൺ മാൾ എന്ന് പറഞ്ഞ മാളാണ് കേട്ടോ. സംഭവം കണ്ടില്ലേ. അപ്പോൾ എൻ്റെ ഫോണ് കിട്ടിയപ്പോൾ ഞാൻ അതിലാദ്യം ഇതന്നെ എടുത്തിട്ട് ഇതിൻ്റെ ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കണ്ടോ ഇതിൻ്റെ ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിയ ഇതായി തോന്നുന്നു, പക്ഷെ നല്ല അടിപൊളി ഇതാണ് കേട്ടോ. പിന്നെ അവിടുന്ന് പോന്നിട്ട് ട്രെയിന് ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് ഷൊർണൂർ എത്തിയപ്പോഴാട്ടോ ഭക്ഷണം കഴിക്കണത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ പൊറാട്ടയും മീൻകറി എന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ വീട്ടിലേക്ക് പോകുന്നു. നമ്മൾ ഇവിടെ വനമ്പലത്തൊക്കെ ഇറങ്ങിയാൽ പിന്നെ രാത്രി ആയതുകൊണ്ട് ഭയങ്കര ഇരുട്ടല്ലേ, ഒന്നും എടുത്താൽ കാണൂല. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. രാത്രി 10 മണിയാവാൻ സമയമായിരിക്കണം കേട്ടോ. നമ്മൾ 9:40 അവിടെ വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ട്രെയിനിൽ ഭയങ്കര തിക്കും തിരക്കിയിരുന്നു. അപ്പം അതുകൊണ്ട് ഒന്നും എടുക്കാനും പറ്റില്ല. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ബൈ.